എല്ലാവർക്കും ഗ്ലോബൽ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് സ്വാഗതം. Today's class day 2 and yesterday we spoke about simple present tense. എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെ കൂടെ നമ്മൾ സംസാരിച്ചു. ഹൗ ടു ക്രിയേറ്റ് സെന്റൻസസ് എന്നുള്ള സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഹൗ ടു ക്രിയേറ്റ് സെന്റൻസ് എന്നുള്ളതിന് എങ്ങനെ നമ്മൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പോസിബിൾ ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റിലാണ് നമ്മളിന്ന് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നലെ നമ്മൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, past perfect, future perfect and present perfect continuous, past perfect continuous and future perfect continuous. ഈ ടെൻസുകളെ പറ്റി സംസാരിച്ചു. അതിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് അത് നമ്മൾക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 10 ടെൻസുകളെ പറ്റി എങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ നമ്മൾ ഒരു വാക്കിൽ നിന്ന് എത്ര സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സ്റ്റെം ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സെന്റൻസ് ക്രിയേഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ നിന്ന് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അത് തന്നെയാണ് നമ്മൾ പിന്നെ സംസാരിച്ചുള്ള ഒരു പരിചയം കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫെക്റ്റ് ആയി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. പിന്നെ കുറച്ച് സ്കിൽസും കൂടി നമ്മൾ അതിന്റെ ടിപ്സ് ഒക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഷെയർ ചെയ്യുക. കമന്റുകൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇടാൻ മറക്കരുത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, സബ്സ്ക്രിപ്ഷൻ ആൾക്കാർ കുറവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെന്റൻസ്, അപ്പോൾ ഹി ഗോസ് ടു കോളേജ് എവരി ഡേ, സിമ്പിൾ പ്രസന്റിൽ നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ചോദ്യം ഉണ്ടാക്കി നമ്മൾ, ഡസ് ഹി ഗോ ടു കോളേജ് എവരി ഡേ? അപ്പൊ അതിന്റെ ഉത്തരം ഡസ്, ഡു, ഡസ്, ഡിഡ്, പിന്നെ ഹാവ്, ഹാസ്, ഹാഡിനെയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഡു, ഡസ്, ഡിഡിന്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുള്ളൂ വെർബിന്റെ എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഡസ് ഹി ഗോ ടു കോളേജ് എവരി ഡേ എന്ന് നമ്മൾ ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരം യെസ് ഓർ നോ ആയിരിക്കും. അപ്പോൾ യെസ് ആണെങ്കിൽ യെസ് ഹി ഗോസ് ടു കോളേജ് എവരി ഡേ, നോ ആണെങ്കിൽ നോ ഹി ഡസിൻ ഗോ ടു കോളേജ് എവരി ഡേ എന്നാണ് അത് പറയുക. അപ്പൊ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ സെന്റൻസ്, ക്വസ്റ്റ്യൻ വേർഡുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമ്മള് ഫസ്റ്റ് സെന്റൻസ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ വാട്ട്, ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് അതിന്റെ ആൻസർ ഉണ്ടാക്കാം. അപ്പോൾ വാട്ട് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ വാട്ട് വെച്ച് എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റിൽ ചെയ്യുക? വാട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് മേക്സ് ഹിം ഗോ ബൈ ബസ് എന്ന് ചോദിക്കാം. ആൻഡ് ബസ്സിൽ പോകാനായിട്ട് അവന് എന്താണ്, എന്തുകൊണ്ടാണ് അവൻ ബസ്സിൽ പോകുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അപ്പൊ നമ്മൾക്ക് വാട്ട് വെച്ച് ഇവിടെ വേറെ എന്താണ് ചോദിക്കാം, സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ചോദിക്കാൻ പറ്റും നോക്കട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ പുസ്തകങ്ങളൊന്നും നോക്കിയിട്ടല്ല, അപ്പൊ തോന്നുന്ന ആ ശൈലിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓർഡറിലൊന്നും ആയിരിക്കില്ല, പുസ്തകങ്ങളിലൊന്നും കാണുന്ന ഓർഡറിലൊന്നും ആയിരിക്കില്ല ഞാൻ പഠിപ്പിക്കുക. പുസ്തകങ്ങളൊന്നും വെച്ചിട്ടാണ് നമുക്ക് ഓരോ സെന്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചോദിച്ചാൽ കുറച്ച് നല്ല സെന്റൻസ് ആണ്. വാട്ട് മേക്സ് ഹിം ഗോ ബൈ ബസ്? അല്ലെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് ദ, ഇത് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. വാട്ട് മേക്സ് ഹിം ഗോ ബൈ ബസ്, അവൻ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് അവനെ ബസ്സിൽ പോകാൻ പ്രേരിപ്പിക്കുന്നത്, ഇപ്പൊ ബസ്സിൽ പോകാനായിട്ട് എന്തുകൊണ്ടാണ് അവൻ പോകുന്നത് എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം പറയാ? ഹി ഗോസ്, ഹി ആണ് വന്നത്, അതുകൊണ്ട് നമ്മൾ es ചേർത്തിട്ടാണ് എൻ്റെ കൂടെ നമ്മൾ വെർബ് പറയാം. ഓക്കെ, ഗോസ് ബൈ ബസ് because he has no other means of transport. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അവൻ ബസ്സിൽ പോകാൻ കാരണം അവന് വേറെ യാത്ര
യാത്ര ചെയ്യാനായിട്ട് വേറെ ഉപാധികൾ വേറെ ഒന്നുമില്ലാത്ത കാരണം കൊണ്ടാണ് അവൻ ബസ്സിൽ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സിമ്പിൾ കുറച്ചും കൂടി കട്ടിയായ സെന്റൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സെന്റൻസ് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഇഷ്ടമുള്ളമായിട്ടുള്ള ശൈലിയിലേക്ക് സെന്റൻസുകളെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഇത് ജസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത് എന്ന് കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ആൻസർ ആണ് അതിന്റെ, അത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ, ഇത് ആൻസർ. അപ്പോ അടുത്തത് നമുക്ക് നോക്കേണ്ടത് വെൻ. വെൻ വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വേർഡാണ് വെൻ. വെൻ വെച്ചിട്ട് എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം നമുക്ക്. വെൻ എപ്പോഴാണ്, അപ്പൊ വെൻ ഡസ് ഹി സ്റ്റാർട്ട്. ഡസ് വന്നാലും സ്റ്റാർട്ട്സ് വരില്ല. വെൻ ഡസ് ഹി സ്റ്റാർട്ട്സ് ഇൻ ദ മോർണിംഗ്. അവൻ രാവിലെ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടുന്ന് ഇറങ്ങുന്നത് എത്ര മണിക്കാണ്. വെൻ ഡസ് ഹി സ്റ്റാർട്ട് ഇൻ ദ മോർണിംഗ്. അതിന്റെ ഉത്തരം എന്താണ്? ഇത് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്തായിരിക്കും? എത്ര മണിക്കാണ് അവൻ പോവുക? ഹി ലീവ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ട്സ് എന്ന് എഴുതാം. അപ്പോൾ സ്റ്റാർട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ഏത് ടെൻസിലാണ് നമുക്ക് ചോദ്യം ചോദിക്കുന്നത് ആ ടെൻസിൽ ഉത്തരം പറയാൻ ശ്രമിക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഹി സ്റ്റാർട്ട്സ് ഫോർ കോളേജ് എന്ന് എഴുതാം, ഫ്രം ഹോം എന്ന് എഴുതാൻ വേണമെങ്കിൽ ഹി സ്റ്റാർട്ട്സ് ഫോർ കോളേജ് അറ്റ് 9:30 അല്ലെങ്കിൽ ബൈ 9:30 എന്ന് പറയാം, അല്ലെങ്കിൽ 9 o'clock എന്ന് പറയാം. അറ്റ് 9 AM. ഓക്കെ, മോർണിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല, AM എന്ന് പറയുമ്പോൾ. എന്തൊക്കെയാണ് AM, PM, പാസ്റ്റ് മെറിഡിയൻ, ആന്റി മെറിഡിയൻ, പാസ്റ്റ് മെറിഡിയൻ, AM ആൻഡ് PM. രാവിലെ ഉച്ചവരെയുള്ള സമയത്തിന് AM എന്ന് പറയും. രാത്രി 12 മണി തൊട്ട് ഉച്ച 12 മണി വരെയുള്ള 12 മണിക്കൂർ സമയത്തിന് AM ലാണ് കണക്ക് കൂട്ടുക. പിന്നെയുള്ളത് PM-ലാണ് നമ്മൾ കണക്ക് കൂട്ടുക. ഓക്കെ, അതുകൊണ്ടാണ് AM എന്ന് പറയുന്നത്. Meridian. He starts for college at answer. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വിച്ച്. ക്വസ്റ്റ്യൻ വിച്ച് കോളേജ് does he study. സിമ്പിൾ പ്രസന്റുള്ള സെന്റൻസ് ആണ്, ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. വിച്ച് കോളേജ് ഡസ് ഹി സ്റ്റഡി. അവൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഏത് കോളേജിലാണ്? ഹി സ്റ്റഡീസ് എന്ന് പറയണം. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഹി IES സ്റ്റഡീസ് ഇൻ. കോളേജിന്റെ പേരെഴുതാം. ഉത്തരായി. ഇപ്പം നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കുന്നു, കോളേജിൻ്റെ പേര് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഏത് പേര് വേണമെങ്കിലും നിങ്ങൾ പഠിക്കുന്ന കോളേജിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വിച്ച് കോളേജ് ഡസ് ഹി സ്റ്റഡി. ഹി സ്റ്റഡീസ് ഇൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഹൂം. ക്വസ്റ്റ്യൻ ആണ്. ഹൂം വെച്ചിട്ട് എങ്ങനെ എഴുതുക? ഹൂമിൻ്റെ അർത്ഥം ആർക്ക് എന്നാണ് ഹൂം എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പൊ ഹൂം വെച്ചിട്ടൊരു സെന്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓഫീസിലൊക്കെ ആണെങ്കിൽ ചോദിക്കാം ഹൂം ഡസ് ഹി റിപ്പോർട്ട് ടു. ആർക്കാണ് അവൻ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇവിടെ നമ്മൾ കോളേജിൽ പോകുമ്പോൾ ഹൂം വെച്ചിട്ട് ഒരു സെന്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഹൂം ഹൂം വിടും. ഹൗ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സെൻറ്റൻസുകൾ വരുമ്പോഴാണ് നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുക. ഹൗ വെച്ചിട്ട് എങ്ങനെ എഴുതാം, എങ്ങനെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. സ്വയമായിട്ട് ഞാൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ അതിന് മുമ്പ് തന്നെ ട്രൈ ചെയ്തിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഹൗ എങ്ങനെയാണോ തിരിച്ചു വരുന്നത് ചോദിക്കാം. ഹൗ ഡസ് ഹി റിട്ടേൺ. എങ്ങനെയാണോ തിരിച്ചു വരുന്നത്
എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്ന് പറയാം. തിരിച്ചു വരുന്നത് ബസ്സിൽ തന്നെ ടു ഉപയോഗിക്കണം. ഹി റിട്ടേൺസ് ടു ബൈ ബസ് എന്ന് എഴുതാൻ വേണമെങ്കിൽ ഹി റിട്ടേൺസ് ടു ബൈ ബസ്, അല്ലെങ്കിൽ ബൈ ബസ് ടു. TWO ആണ്, TWO അല്ല, TWO. ഇതും കൂടി, അതും തിരിച്ചു വരുന്നതും ബസ്സിൽ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് ഹി റിട്ടേൺസ് ബൈ ബസ് ടു എന്ന് പറയുന്നത്. Where? Question. Where? Where എന്ന് വെച്ചാൽ എവിടെ. Where does he get the bus from? എവിടെ നിന്നാണ് അവൻ ബസ് പിടിക്കുന്നത്? Where does he get the bus from? എവിടെ നിന്നാണ് അവൻ ബസ് പിടിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഹി ഡസ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ വെർബിൽ എസ് ചേർക്കണം. ഡസ് ഇവിടെ ഉത്തരത്തിൽ ഉപയോഗിക്കില്ല. ക്വസ്റ്റ്യൻ ഫോം ചെയ്യാനാണ് കൂടുതലായിട്ടും ഡു ഡസ് ഡിഡ് ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരത്തിൽ എന്ത് വെർബിൽ എസ് ചേർത്തിട്ടാണ് പറയുക. ഹി ഗെറ്റ്സ് the bus from സ്റ്റോപ്പിൽ പറയാം. ഓക്കെ, ഫ്രം പേരെഴുത സ്റ്റോപ്പ്. ഹി ഗെറ്റ്സ് എ ബസ് ഫ്രം സോ ആൻഡ് സോ, സോ ആൻഡ് സോ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം. അതിൽ ഇന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വൈ. ആൻസർ ആണ് ക്വസ്റ്റ്യൻ വൈ. വൈ Why does he like this college എന്ന് ചോദിക്കാം. ഈ കോളേജ് എന്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്നു? എന്തുകൊണ്ടാണ് അവൻ ഈ കോളേജ് ഇഷ്ടപ്പെടുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പോസിബിൾ ആയിട്ടുള്ള എല്ലാ സെൻറ്റൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഓരോ വസ്തുക്കളെ പറ്റിയിട്ട് നിങ്ങളൊരു 10, 20, 30 സെൻറ്റൻസുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെൻസുകളിൽ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് റിപ്പീറ്റഡ്ലി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പല പ്രാവശ്യം പറഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് ഓരോ സെൻറ്റൻസ്. പിന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 1 മണിക്കൂർ 2 മണിക്കൂർ ഇതിനായിട്ടൊരു ദിവസം നിങ്ങൾ വിനിയോഗിച്ച് കഴിഞ്ഞാൽ ഐ എം ഗ്യാരണ്ടിയിങ് വിത്തിൻ 100 hours ടൈം യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ 2-3 കാര്യം പറഞ്ഞെന്താണ്? 20 വേർഡ്സ് പഠിക്കുക, അതിൻ്റെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് നൗൺ ഫോം വെച്ച് പഠിക്കുക. ആ 4 ഫോം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ 20 വേർഡ് മറക്കാതെ പഠിക്കുക, നിർബന്ധമായിട്ടും പഠിക്കുക. സെറ്റ് യുവർ മൈൻഡ് ഫസ്റ്റ്. നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങൾക്കത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ സാധിക്കും, ഉറപ്പന്നെയായിട്ട് പറ്റും. അല്ലാതെ നിങ്ങൾക്ക് വേണം വേണ്ട എന്ന് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല പിന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറച്ച തീരുമാനം എടുക്കുക. പിന്നെ നിങ്ങൾ ഡെയിലി ഈ 20 വേർഡ്സ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ പുസ്തകം വായിക്കുക. 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഇംഗ്ലീഷ് നോവൽസ് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടച്ച് വരും ഇതുമായിട്ട്. ഇംഗ്ലീഷ് ആ സെക്വൻസ് വേർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസ് ക്രിയേഷൻ ചെയ്തിരിക്കുന്നത്, സെൻറ്റൻസുകൾ എങ്ങനെയൊക്കെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പയ്യെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞില്ലേ? ഈ ക്വസ്റ്റ്യൻ്റെ എന്താണ് ആൻസർ? വൈ ഡസ് ഹി ലൈക്ക് ദിസ് കോളേജ്? ഹി
likes this college because it's an arts college, അല്ലെങ്കിൽ commerce college. Since it is a commerce college എന്ന് പറയാം, അല്ലെങ്കിൽ because it's a commerce college എന്ന് പറയാം. Since it is a commerce college. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ്, എന്തായാലും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് മാത്രമല്ല. അതായത് നിങ്ങൾക്ക് കൊമേഴ്സ് കോളേജ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. എഞ്ചിനീയറിംഗ് കോളേജ് ആക്കാം, നിങ്ങൾക്ക് ആർട്സ് കോളേജ് ആക്കാം, ഏത് കോളേജും വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ടെക്നിക്കൽ സ്റ്റഡീസിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം, ടെക്നിക്കൽ കോളേജ് എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സൗകര്യത്തിനായിട്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് അവസരത്തിനൊത്ത് അത് നിങ്ങൾ മാറ്റി പറയുക. ഹൂ, അടുത്തത് ഹൂ ആണ്. ക്വസ്റ്റ്യൻ വേർഡിലെ ക്വസ്റ്റ്യൻ ഹൂ ഡസ് ഹി ലൈക്ക് മോസ്റ്റ്? ആരെയാണ് അവന് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടം? ഇൻ ലൈഫ് എന്ന് ഞാൻ പറഞ്ഞില്ല, ലൈക്ക് മോസ്റ്റ് ഇൻ ലൈഫ് എന്ന് വേണമെങ്കിൽ എഴുതാം. ആരെയാണ് അവന് ഏറ്റവും മോസ്റ്റ് ഇൻ ലൈഫ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയെന്നുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നും നിങ്ങൾ കരുതാൻ പോകണ്ട, അല്ലെങ്കിൽ ആലോചിക്കാൻ പോകണ്ട. ഹൂ ഡസ് ഹി ലൈക്ക് മോസ്റ്റ് ഇൻ ലൈഫ്, ആരെയാണ് അവൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഇഷ്ടപ്പെടുന്നത്? ഹി അവൻ്റെ അമ്മയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ അച്ഛനെയാണ് ഇഷ്ടപ്പെടുന്നത് പറയാം. ഹി ലൈക്സ് his mother most in life. അവൻ്റെ അമ്മയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. ഹൂ ഡസ് ഹി ലൈക്ക് മോസ്റ്റ് ഇൻ ലൈഫ്. ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ വേർഡുകളും വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. whose, ഹൂസ് വെച്ചിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുക? ആരുടെ, ആരുടെ, ആരുടെ എന്ന് ചോദിക്കാം. ഹൂസ് എന്താണ് ഒരു സെൻറ്റൻസ്? മലയാളത്തിലായാലും നമ്മളൊരു സെൻറ്റൻസ് എങ്ങനെയാണ് ആലോചിക്കുക? ആരുടെ എന്നുള്ള ആരുടെയാണ് അവൻ്റെ കൾച്ചർ അവൻ ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അവനെ പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുന്നത് ആരുടെ ലുക്സ് ആണെന്ന് ചോദിക്കാം. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ ലുക്സ് ആണ് അവൻ ഇൻഹെറിറ്റ് ചെയ്തത്. ഇതൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഹൂസ് ലുക്സ് ഡസ് ഹി ഇൻഹെറിറ്റ്? ഹൂസ് ലുക്സ് ഡസ് ഹി ഇൻഹെറിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പാരമ്പര്യമായിട്ട് ആരുടെയാണ് മോച്ചായ കിട്ടിയേക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹി inherits his father's looks. He inherits his father's look. ഇത് ഞാൻ സിമ്പിൾ പ്രസൻറ്റിലാക്കാനായിട്ടാണ് ഇങ്ങനത്തെ സെൻറ്റൻസുകൾ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സെൻറ്റൻസുകൾ സ്റ്റൈലുകൾ മാറ്റി നമുക്ക് ഉപയോഗിക്കാം. അത് ഓരോ ടെൻസുകൾ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ സെൻറ്റൻസിൻ്റെ വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ടെൻസിലാണ്
സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സെൻറ്റൻസ് മാറ്റിമറിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി നിങ്ങൾ കുറേ വേർഡ്സ്, ഇപ്പോൾ ഇൻഹെറിറ്റ്സ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ വേർഡ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരോചിതമായിട്ട് ഇങ്ങനൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾക്ക് വേറെ ശൈലി കിട്ടിയില്ലെങ്കിൽ അറിയുന്ന ശൈലിയിൽ അന്നേരം ക്വസ്റ്റ്യൻ ഉണ്ടാക്കിക്കൊള്ളണം. തപ്പി തടഞ്ഞ് നിൽക്കാൻ പാടില്ല. അപ്പം തന്നെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തോളണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വേർഡ്സിൻ്റെ വൊക്കാബുലറി അബണ്ടൻസ് നമുക്ക് ധാരാളം വേണം. അതുകൊണ്ട് മാക്സിമം വേർഡ്സ് നിങ്ങൾ പഠിക്കുക. 20 എന്നുള്ള 40 പഠിക്കാൻ പറ്റിയ പഠിച്ചോളൂ. 10 നിൽക്കണ്ട. അപ്പോൾ പിന്നെ നിങ്ങൾ കൂടുതൽ ടൈം എടുക്കും പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എത്ര കൂടുതൽ പഠിക്കാവോ അത്ര നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ കപ്പാസിറ്റി, ടൈം അവൈലബിലിറ്റി ഒക്കെ സൗകര്യം ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർ കുട്ടികളായിക്കൊള്ളുന്നത് മാത്രമല്ല, പ്രായമുള്ള ആൾക്കാർ ഇപ്പോൾ എൻ്റെ കൂടെ പഠിക്കാൻ വന്നിട്ടുള്ള പല റിട്ടയേർഡ് ആൾക്കാരും പല ആൾക്കാരും വന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിന് സമയം, ലേണിംഗ് ഹാസ് നോ ലിമിറ്റ്സ് ആൻഡ് നോ ടൈം. ഓക്കെ, നോ ഏജ് ബാർ. ഏജ് ബാർ ഒന്നുമില്ല. നിങ്ങൾക്ക് 70 വയസ്സുള്ള ആൾക്കും പഠിക്കാതെ, അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യം പഠിക്കാൻ നമുക്ക് നമ്മുടെ റൈറ്റ് ആണ് പഠിക്കാനായിട്ട്. നമ്മുടെ സൗകര്യം നോക്കിയിട്ട് നമുക്ക് പഠിക്കാവുന്നതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സെൻറ്റൻസുകൾ, ഇപ്പോൾ നമ്മൾ ഹീ ആണ് ഉപയോഗിച്ചത്. ഇപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ് പേഴ്സണിൽ നമുക്ക് വി വെച്ചിട്ട് ഉപയോഗിക്കാം. വേണമെങ്കിൽ എങ്ങനെയാണ്? വി ഗോ ടു കോളേജ് എവറി ഡേ എന്ന് പറയാം. നമ്മൾ കൂട്ടത്തോടെ പറയുന്നു. ഒരു ഐയുടെ ഫസ്റ്റ് പേഴ്സൻ്റെ പ്ലൂറലാണ് വി ഗോ. ഗോസ്, ഹീ ഗോസ് എന്ന് എഴുതി. അതെന്താണ്? തേർഡ് പേഴ്സൺ സിംഗുലർ ആയിരുന്നു. അപ്പോൾ വി എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതുകൊണ്ട് ഗോ എന്ന് എഴുതുകയുള്ളൂ. വി ഗോ ടു കോളേജ് എവരി ഡേ. അതുമാതിരി എല്ലാത്തിലും നമുക്ക് ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസ് വേണമെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എത്ര സെൻറ്റൻസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള 10, 15, 20 സെൻറ്റൻസ് നമ്മളിപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനും ആൻസറായിട്ട്. പിന്നെ ഇതിൽ നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗുകൾ. ഇപ്പോൾ ഇത്ര നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഹീ ഗോസ് ടു കോളേജ് എവരി ഡേ. ഇത് നമ്മൾ പറഞ്ഞു, ഒരു സെന്റൻസ് പറഞ്ഞു. ഹി ഗോസ് ടു കോളേജ് എവരി ഡേ. ഡസൻ ഹി? ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആണത്. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹി ഗോസ് ടു കോളേജ് എവരി ഡേ. ഡസൻ ഹി? അവൻ കോളേജിൽ എല്ലാ ദിവസവും പോകുന്നു. ഇല്ലേ എന്ന്, പോകാറില്ലേ എന്നാണോ ചോദിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും, നെഗറ്റീവ് സെൻറ്റൻസിന് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗുമാണ് വരിക. ഇപ്പോൾ ഞാൻ ഇതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാം. ഇതിനെ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുത്ത് കാണിച്ചു തരാം. ഹി ഗോസ് ടു കോളേജ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും കോളേജിൽ പോകുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. ഹി പോകുന്നില്ല എന്നെങ്ങനെ പറയാം? അവൻ ഒറ്റ ദിവസവും കോളേജിൽ പോകുന്നില്ല. ഹി ഡസിൻറ്റ് ഗോ ടു കോളേജ് എവരി ഡേ. സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇല്ല എന്ന് പറയുന്നതാണ്. നോ എന്ന് പറയുന്നതിനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഗോസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻറ്റൻസ്. ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നെഗറ്റീവ് സെൻറ്റൻസിന് പോസിറ്റീവ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. അവിടെ നമ്മൾ ഡസൻ ഹി എന്ന് ചോദിച്ചു. ഇവിടെ ഡസ് ഹി. ഡസ് ഹി ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ട. ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം. ഹി ഡസൻ ഗോ ടു കോളേജ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും കോളേജിൽ പോകാറില്ല. ഉണ്ടോ? അവൻ പോകാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ടാഗ് ഡസ് ഹി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ചോദിക്കുമ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും ആയിരിക്കണം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. എല്ലാ സെൻറ്റൻസിനും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. പോസിറ്റീവും നെഗറ്റീവും സെൻറ്റൻസിന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. ആൻസർ മറ്റേ മാതിരി തന്നെ ആയിരിക്കുക. മറ്റേ നമ്മൾ സാധാരണ പറഞ്ഞ ആൻസർ മാതിരി തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ ടാഗിൽ ഉള്ള ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇത് ആവശ്യത്തിലധികം വേർഡുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, സെൻറ്റൻസുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. വേർഡല്ല, സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഏകദേശം അരമണിക്കൂറാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് സിമ്പിൾ പാസ്റ്റിലെ ഒന്ന് നോക്കാം. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി സിമ്പിൾ പാസ്റ്റ്
സിമ്പിൾ ഫ്യൂച്ചർ കൂടി കഴിഞ്ഞിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അങ്ങനെ ഓർഡറിൽ നമുക്ക് ടെൻസുകളുടെ ഓർഡറിൽ നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റിൽ ഞാൻ ഇന്നലെ കോളേജിൽ പോയി, പാസ്റ്റ് ആണ്. സിമ്പിളായിട്ട് ഓർണമെന്റൽ അല്ലാത്ത, നമ്മൾ ഹാസ് ബീൻ, ഹാഡ് ബീൻ അല്ലെങ്കിൽ മറ്റുള്ള സംഗതി ഓർണമെന്റൽ അല്ലാത്ത സിമ്പിളായിട്ടുള്ള പ്രയോഗം, കഴിഞ്ഞു പോയ കാര്യം, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കോളേജിൽ പോയി എങ്ങനെ പറയാ, അല്ലെങ്കിൽ അവൻ ഇന്നലെ കോളേജിൽ പോയി, അതേ സെന്റൻസ് തന്നെ നമുക്ക് ഇതിലേക്കും എടുക്കാം. ഹി വെന്റ് ടു, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. സിമ്പിൾ പാസ്റ്റിൽ പാസ്റ്റ് ടെൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും അതിൽ കണ്ടിന്യൂസ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസിൽ ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഹാസ്, ഹാഡിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്ന കാരണം പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹി വെന്റ് ടു, പാസ്റ്റ് ടെൻസ് ആണ്, വെന്റ് ടു കോളേജ് യെസ്റ്റർഡേ, കഴിഞ്ഞു പോയതാണ് അല്ലേ. ഹി വെന്റ് ടു കോളേജ് യെസ്റ്റർഡേ, സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ്. അവൻ ഇന്നലെ കോളേജിൽ പോയി. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ, ഡു ഡസ് ഡിഡ്. ഇപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഡു ഡസ് ഡിഡിൽ വെച്ചത് നോക്കാം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഡസ് ഉപയോഗിക്കുക, തേർഡ് പേഴ്സൺ സിംഗുലർ ആയാലും കൊണ്ട്, അല്ലെങ്കിൽ ഡിഡ് തന്നെ ഉപയോഗിക്കുള്ളൂ. പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഡിഡ് തന്നെ ഉപയോഗിക്കുള്ളൂ. പ്ലൂറലിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഇത് ഉപയോഗിക്കുമ്പോൾ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് സിംഗുലറിന്റെ കൂടി ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷേ പാസ്റ്റ് ടെൻസിന്റെ കൂടെ അങ്ങനെയാണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആയാലും സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ആയാലും എല്ലാത്തിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് അല്ലേ. ക്വസ്റ്റ്യൻ വേർഡ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഡു ഡസ് ഡിഡ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡിഡ് ഹി, ഡു ഡസ് ഡിഡ് വരുമ്പോൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡിഡ് ഹി ഗോ ടു കോളേജ് യെസ്റ്റർഡേ, ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ഹി വെന്റ് ടു കോളേജ് യെസ്റ്റർഡേ എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻ ടാഗ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു പോവാം. ഹി വെന്റ് ടു കോളേജ് യെസ്റ്റർഡേ പോസിറ്റീവ് സെന്റൻസ് ആണ്. ഡിഡ് ആണ് ഉപയോഗിച്ചത്, ഹി വെന്റ് അല്ലേ പറഞ്ഞാണ്. ഡിഡിന്റ് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗായി. ക്വസ്റ്റ്യനായി ഇത് രണ്ട് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. ഡിഡ് ഹി ഗോ ടു കോളേജ് യെസ്റ്റർഡേ എന്ന് ചോദിക്കാം, ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിച്ച് ചോദിക്കാം. ആ സെന്റൻസിനെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയട്ടെ ഹി വെന്റ് ടു കോളേജ് യെസ്റ്റർഡേ, അപ്പോൾ ഡിഡിൻ ഹി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗായി. പോസിറ്റീവ് സെന്റൻസിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേജ് മാറ്റാൻ പോവാണ്. ഇത്ര നിങ്ങൾ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി കണ്ടിട്ട് നോക്കുക. ഈ പേജ് ഇത്ര വരെ ഉള്ളൂ. അപ്പോൾ അത് അടുത്ത പേജിലേക്ക് ഞാൻ എറേസ് ചെയ്തിട്ട് മാറാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം 28 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 സെൻറ്റൻസ് കൂടി എഴുതിയിട്ട് നമുക്ക് നിർത്താം ഇന്നത്തെ ക്ലാസ്. അരമണിക്കൂർ തന്നെ നിങ്ങൾക്ക്, ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ 1 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഇൻറ്റിമേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ 1 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള ഒരു ടൈമിൻ്റെ ഒരു വ്യത്യാസം, പ്രശ്നം മാത്രമേ ഉള്ളൂ. ഹി വെന്റ് ടു കോളേജ് യെസ്റ്റർഡേ, ഡിഡിൻ ഹി എന്ന് ചോദിച്ചു. ഡിഡ് ഹി ഗോ ടു കോളേജ് യെസ്റ്റർഡേ, 2 പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, ഇതിനെ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് നാളത്തെ വീഡിയോയിൽ ഇട്ടാലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരിക്കലും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ട ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അവരോടും പറയുക ചെയ്യാനായിട്ട്. ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇതും കമൻ്റ് അല്ല, നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. അല്ലാതെ വെറുതെ കമൻറ്റ് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കമൻറ്റ് പറയുകയല്ല. നിങ്ങളപ്പോൾ നല്ല രീതിക്കുള്ള സജഷൻസ് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനിയും കാണാം. ഏകദേശം നിങ്ങൾക്ക് അരമണിക്കൂറായേക്കാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം മുമ്പ് റെക്കോർഡ് ചെയ്തത് കട്ടായി പോയത്, പിന്നെ രണ്ടാമത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. ആ ക്ലാസ് വളരെ നല്ല രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് അത് വോയിസ് പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വോയിസ്
വേറെ ഒരു മൊബൈലിലും കൂടി റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വോയിസ് പോയാൽ വോയിസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ കാണാം. എല്ലാവരും ക്ലാസ് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.